ഒരു പൂമ്പാറ്റയുടെ ചിറകടിക്ക് ഒരു കൊടുങ്കാറ്റുണ്ടാക്കാൻ പറ്റുമോ? കേൾക്കുമ്പോഴിതൊരു കവിഭാവന പോലെ തോന്നാം, അല്ലേ? പക്ഷേ ഈ ലളിതമായ ചോദ്യത്തിൽ നമ്മുടെ ലോകത്തെ തന്നെ മാറ്റിമറിച്ച ഒരു വലിയ ആശയമുണ്ട്. അപ്പോൾ വളരെ ചെറിയൊരു തുടക്കം എങ്ങനെയാണ് പ്രവചിക്കാൻ പോലും പറ്റാത്ത ഒരു വലിയ ഭാവിയുണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ആശയം ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് സമയത്തിലൂടെ ഒന്ന് പിന്നോട്ട് പോകാം. സ്ഥലം: സ്വിറ്റ്സർലൻഡിലെ ബേൺ നഗരം. വർഷം 1905. ശാസ്ത്രലോകം പുതിയൊരു ദിശയിലേക്ക് നീങ്ങാൻ തയ്യാറെടുക്കുന്ന ഒരു കാലം. ആ നഗരത്തിലെ ഒരു ക്ലോക്ക് ടവറിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് വെറും 2 മിനിറ്റ് വൈകിയാണ് ഓടുന്നത്. ആരേതൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നത്, അല്ലേ? പക്ഷേ ഓർക്കണം, ഇവിടെ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. ആ തെറ്റായ സമയം വിശ്വസിച്ച് ടവറിനടുത്തുള്ള ഒരു വീട്ടിൽ ഒരാൾ പതിവിലും വൈകി എഴുന്നേൽക്കുന്നു. ധൃതിപ്പെട്ട് പുറത്തിറങ്ങുമ്പോഴേക്കും അയാളുടെ ജീവിതത്തിലെ വിലപ്പെട്ട 5 മിനിറ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. വെറും 5 മിനിറ്റ്. അയാൾ റോഡിലേക്ക് ഇറങ്ങിയ അതേ നിമിഷം മറ്റൊരിടത്ത് വേറൊരു സംഭവം കൂടി നടക്കുന്നുണ്ടായിരുന്നു. ബ്രേക്കിന് തകരാറുള്ള ഒരു കാർ അതേ വഴിയിലൂടെ പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലോക്കിലെ വെറും 2 മിനിറ്റ്, ഈ മനുഷ്യന്റെ ജീവിതത്തിലെ 5 മിനിറ്റ്. ഈ ചെറിയ മാറ്റത്തിന്റെ ഫലം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? ആ മനുഷ്യൻ സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരുന്നു. ആ അപകടത്തിൽ അദ്ദേഹം മരിക്കുന്നു. അതോടെ ആധുനിക ഭൗതികശാസ്ത്രത്തിന്റെ അടിത്തറയായ പല കണ്ടുപിടുത്തങ്ങളും നടക്കാതെ പോകുന്നു. GPS, ലാപ്ടോപ്പുകൾ, എന്തിന് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഡിവൈസ് പോലും ഒരുപക്ഷെ ഉണ്ടാകുമായിരുന്നില്ല. ഇത് വെറും ഒരു സാങ്കൽപ്പിക കഥയല്ല. ഇതിന് പിന്നിൽ ഒരു വലിയ ശാസ്ത്രമുണ്ട്. ഈ വിശകലനത്തിൽ നമ്മൾ ആദ്യം ഈ ക്ലോക്കിന്റെ കഥയ്ക്ക് പിന്നിലെ ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്താണെന്ന് നോക്കും. പിന്നെ കമ്പ്യൂട്ടറിലെ ഒരു ചെറിയ പിഴവ് എങ്ങനെ ഒരു പുതിയ ശാസ്ത്രശാഖയ്ക്ക് തന്നെ ജന്മം നൽകിയെന്ന് കാണും. അവസാനം നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഈ ആശയത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നും ചർച്ച ചെയ്യും. അപ്പോൾ 1-ാം ഭാഗം, എന്താണ് ബട്ടർഫ്ലൈ എഫക്റ്റ്? നമ്മുടെ ഐൻസ്റ്റീന്റെ കഥയിൽ ഒരു ക്ലോക്കിലെ ചെറിയൊരു മാറ്റം ലോകത്തെ തന്നെ ഇല്ലാതാക്കി, അല്ലേ? ഈയൊരു പ്രതിഭാസത്തെയാണ് നമ്മൾ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. നമുക്കതിന്റെ നിർവചനത്തിലേക്ക് കടക്കാം. ഇതാണ് ബട്ടർഫ്ലൈ ഇഫക്റ്റ്. ബ്രസീലിൽ ഒരു പൂമ്പാറ്റ ചിറകടിക്കുന്നത് ടെക്സാസിലെ ഒരു ടോർണാഡോ ഉണ്ടാക്കാൻ കാരണമായേക്കാം എന്ന ആശയമാണിത്. അതായത് വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ഒരു സംഭവം തികച്ചും പ്രവചനാതീതമായ വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവച്ചേക്കാം. ഈ ആശയം ശാസ്ത്രജ്ഞരെ മാത്രമല്ല ആകർഷിച്ചത്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ജുറാസിക് പാർക്ക് സിനിമയുടെ അടിസ്ഥാനം എന്താണെന്ന്? അല്ലെങ്കിൽ ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന പേരിൽ തന്നെ എത്ര സിനിമകളുണ്ടെന്ന്? പോപ്പ് കൾച്ചർ ഈ ആശയത്തെ ശരിക്കും ഏറ്റെടുത്തു. സിനിമകളിലും പാട്ടുകളിലും പുസ്തകങ്ങളിലും, എന്തിന് ഇന്നത്തെ മീമുകളിൽ പോലും നമ്മൾ ഇന്ന് ബട്ടർഫ്ലൈ ഇഫക്റ്റ് കാണുന്നുണ്ട്. ഓക്കെ, 2-ാം ഭാഗം, കമ്പ്യൂട്ടറിലെ ഒരു തെറ്റ്. പോപ്പ് കൾച്ചറിലെ തമാശകൾക്കപ്പുറം ഈ ആശയത്തിന് ഒരു ഗൗരവമായ ശാസ്ത്രീയ അടിത്തറയുണ്ട്. ആ കഥ തുടങ്ങുന്നത് 1960കളിൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിലെ വളരെ ചെറിയൊരു പിഴവിൽ നിന്നാണ്. ആ കണ്ടെത്തലിനു പിന്നിൽ എഡ്വേർഡ് ലോറൻസ് എന്ന കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായിരുന്നു. 1961-ൽ ലോറൻസ് ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കാലാവസ്ഥ പ്രവചിക്കുകയായിരുന്നു. ആദ്യം അദ്ദേഹം താപനില, മർദ്ദം തുടങ്ങിയ ഡാറ്റ കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തു. അപ്പോൾ കമ്പ്യൂട്ടർ ഒരു പ്രവചനം ഗ്രാഫായി ഉണ്ടാക്കി. ഒരു ദിവസം ഈ പരീക്ഷണം കുറച്ചുകൂടി വേഗത്തിലാക്കാൻ അദ്ദേഹം ഒരു എളുപ്പവഴി നോക്കി. ഒരു പഴയ പ്രിൻ്റൗട്ടിൽ നിന്ന് ഒരു നമ്പർ എടുത്ത് വീണ്ടും ഇൻപുട്ടായി നൽകി. എന്നിട്ട് അദ്ദേഹം ഒരു കോഫി കുടിക്കാനായി മാറി നിന്നു. പക്ഷേ തിരികെ വന്നപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ ഞെട്ടിച്ചു. പുതിയ ഗ്രാഫിന് പഴയതുമായി ഒരു ബന്ധവുമില്ലായിരുന്നു. എന്താണ് സംഭവിച്ചത്? എന്തായിരുന്നു ആ വ്യത്യാസത്തിന് കാരണം? അദ്ദേഹം പരിശോധിച്ചപ്പോൾ കാര്യം മനസ്സിലായി. കമ്പ്യൂട്ടർ അതിന്റെ മെമ്മറിയിൽ 6 ഡെസിമൽ സ്ഥാനങ്ങൾ വരെ കൃത്യതയുള്ള ഒരു സംഖ്യയാണ് ഉപയോഗിച്ചത്, 0.506127. എന്നാൽ ലോറൻസ് രണ്ടാമത് എൻ്റർ ചെയ്തപ്പോൾ പ്രിൻ്റൗട്ടിലുണ്ടായിരുന്ന 3 സ്ഥാനങ്ങളുള്ള സംഖ്യയാണ് നൽകിയത്, 0.506. ഈ വ്യത്യാസം എത്രത്തോളം നിസ്സാരമാണെന്ന് സങ്കൽപ്പിക്കാമോ? ഒരു താറാവിന്റെ തൂക്കത്തിൽ നിന്ന് ഒരൊറ്റ തൂവലെടുത്തു മാറ്റുന്നതുപോലെ. നമ്മുടെ കണ്ണിന് കണ്ടെത്താൻ പോലും കഴിയാത്ത ചെറിയ വ്യത്യാസം കമ്പ്യൂട്ടർ സിമുലേഷനിലെ കാലാവസ്ഥയെ ആകെ മാറ്റിമറിച്ചു. ഒരു പുതിയ കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ചു. 3-ാം ഭാഗം, പഴയ ലോകം, പുതിയ ചിന്തകൾ. ലോറൻസിന്റെ ഈ കണ്ടെത്തൽ വെറുമൊരു കമ്പ്യൂട്ടർ പിഴവായിരുന്നില്ല. അത് ഐസക് ന്യൂട്ടന്റെ കാലം മുതൽ ശാസ്ത്രലോകം വിശ്വസിച്ചിരുന്ന ഒരു വലിയ ആശയത്തെയാണ് തകർത്ത് കളഞ്ഞത്. ഐസക് ന്യൂട്ടന്റെ കാലം മുതൽ ലോകം ഒരു ക്ലോക്ക് പോലെ കൃത്യമായി പ്രവർത്തിക്കുന്നു എന്നായിരുന്നു വിശ്വാസം. അതായത് ഇപ്പോഴത്തെ അവസ്ഥ കൃത്യമായി അറിയാമെങ്കിൽ ഭാവി പൂർണ്ണമായും പ്രവചിക്കാമെന്നായിരുന്നു കാഴ്ചപ്പാട്. എന്നാൽ ലോറൻസ് കാണിച്ചു തന്നത് മറ്റൊന്നാണ്.
നിയമങ്ങൾ കൃത്യമാണെങ്കിലും പ്രാരംഭഘട്ടത്തിലെ അളവുകളിലെ നേരിയ വ്യത്യാസങ്ങൾ പോലും ദീർഘകാല പ്രവചനങ്ങളെ അസാധ്യമാക്കുന്നു. ഇതിനാണ് ശാസ്ത്രമൊരു പേര് നൽകിയത് സെൻസിറ്റീവ് ഡിപ്പെൻഡൻസ് ഓൺ ഇനിഷ്യൽ കണ്ടീഷൻസ്, അതായത് പ്രാരംഭ സാഹചര്യങ്ങളോടുള്ള സൂക്ഷ്മമായ ആശ്രിതത്വം. ലോറൻസിന്റെ ആ 0.000127 എന്ന സംഖ്യയിലുണ്ടായ മാറ്റം പോലെ തുടക്കത്തിലെ ഏതൊരു ചെറിയ വ്യത്യാസവും കാലക്രമേണ പടർന്നു പന്തലിച്ച് ഭാവിയെ ആകെ മാറ്റിമറിക്കുന്നു. ഇതാണ് കെയോസ് തിയറിയുടെ ഹൃദയം. 4ാം ഭാഗം, കെയോസിനുള്ളിലെ ഭംഗി. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരാം. പ്രവചിക്കാൻ കഴിയില്ലെങ്കിൽ പ്രപഞ്ചമാകെ താറുമാറായ ഒരു ക്രമവുമില്ലാത്ത ഒന്നാണോ? എല്ലാം വെറും റാൻഡമാണോ? ഈ ചോദ്യം ശാസ്ത്രജ്ഞരെയും കുഴക്കിയിരുന്നു. ഒരു വശത്ത് നിയമങ്ങൾ കൃത്യമാണ്, മറുവശത്ത് ഫലം പ്രവചനാതീതവുമാണ്. അപ്പോൾ ഈ കെയോസിനുള്ളിൽ എന്തെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ? അല്ല, അതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഈ പ്രവചനാതീതമായ സ്വഭാവത്തിനുള്ളിൽ വളരെ മനോഹരമായ ഒളിഞ്ഞിരിക്കുന്നൊരു ക്രമമുണ്ട്. ലോറൻസ് തന്റെ ഡാറ്റയെ ഒരു 3D ഗ്രാഫിൽ വരച്ചപ്പോൾ ആ കെയോസിനുള്ളിൽ നിന്ന് അത്ഭുതകരമായ രൂപം തെളിഞ്ഞുവന്നു. പൂമ്പാറ്റയുടെ ചിറകുകൾ പോലെയുള്ള ഈ രൂപത്തെയാണ് ലോറൻസ് അട്രാക്ടർ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ അർത്ഥമെന്താണെന്നോ? നമുക്ക് ഒരു പ്രത്യേക നിമിഷത്തിലെ കാലാവസ്ഥ കൃത്യമായി പ്രവചിക്കാൻ പറ്റില്ലായിരിക്കാം, പക്ഷേ കാലാവസ്ഥയുടെ മൊത്തത്തിലുള്ള സ്വഭാവം ഈ രൂപത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കും. അതായത് കെയോസ് റാൻഡമല്ല, അതിനതിരുകളുണ്ട്, അതിനുള്ളിൽ മനോഹരമായ ഒരു ക്രമമുണ്ട്. 5ാം ഭാഗം, കെയോസ് നമ്മുടെ ചുറ്റും. ശരി, ഐൻസ്റ്റീൻ, ലോറൻസ്, കമ്പ്യൂട്ടർ സിമുലേഷൻ ഇതൊക്കെ കൊള്ളാം. പക്ഷെ ഇതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും എന്തു പ്രയോജനം? നമ്മുടെ ജീവിതത്തിൽ ഇതിനെന്ത് സ്ഥാനമാണുള്ളത്? കെയോസ് നമ്മുടെ ചുറ്റുമുണ്ട്. കാലാവസ്ഥ പ്രവചനങ്ങൾ ഒരാഴ്ചയിൽ കൂടുതൽ കൃത്യമല്ലാത്തത് ഇതുകൊണ്ടാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഉറപ്പായ പ്രവചനങ്ങൾക്ക് പകരം സാധ്യതകളെക്കുറിച്ച് സംസാരിക്കുന്നതും ഇതുകൊണ്ടാണ്. ഹൃദയത്തിന്റെ താളം തെറ്റുന്ന അരിത്മിയ പോലുള്ള അവസ്ഥകൾ മനസ്സിലാക്കാനും സോഷ്യൽ മീഡിയയിൽ ഒരു നെഗറ്റീവ് കമന്റ് എങ്ങനെ വലിയൊരു കൊടുങ്കാറ്റായി മാറുന്നു എന്ന് വിശകലനം ചെയ്യാനും കെയോസ് തിയറി നമ്മളെ സഹായിക്കുന്നു. എന്തിന്? നമ്മുടെ സൗരയൂഥം പോലും ദീർഘകാല അളവിൽ പ്രവചനാതീതമാണ്. ആത്യന്തികമായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഒരു കെയോട്ടിക് സിസ്റ്റം പോലെയാണ്. എണ്ണമറ്റ ചെറിയ തീരുമാനങ്ങളും പ്രവൃത്തികളും ചേർന്നാണ് നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നത്. അപ്പോൾ ചോദ്യമിതാണ്, ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഏത് ചെറിയ കാര്യമായിരിക്കും? ഒരു ഫോൺ കോളായിരിക്കാം, ഒരു പുഞ്ചിരിയായിരിക്കാം, പുതിയൊരു കാര്യം പഠിക്കുന്നതായിരിക്കാം. നാളത്തെ നിങ്ങളുടെ ലോകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ആ പൂമ്പാറ്റി ഏതായിരിക്കും?